ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുക. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് 9 to 12 മന്ത് സമയത്ത് ഞങ്ങളുടെ മോൾക്കായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്ത ഫുഡ് റൂട്ടീനാണ്. അതിനോടൊപ്പം തന്നെ ഏത് സമയത്താണ് കൊടുത്തിരുന്നത്, ഏത് തരത്തിലുള്ള ഫുഡാണ് കൊടുത്തിരുന്നത്, മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിൻ്റെ റെസിപ്പീസും നമുക്ക് കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളുടെ മോൾ എന്നും നേരത്തെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരു 6-6:15 സമയമാകുമ്പോഴത്തേക്കും എഴുന്നേൽക്കാറുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചിരുന്നു. ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമുല ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ഫോർമുലയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ റെസിപ്പീസ് കാണുന്നതിന് മുൻപ് പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സമയത്ത് നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫോർമുല കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഈ ഒരു സമയത്തും അവരുടെ ഒരുപാട് ന്യൂട്രീഷൻസ് അവർക്ക് കിട്ടുന്നത് ഈ പാലിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. മാത്രമല്ല അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല തന്നെ ആകണം. ഇപ്പോൾ വെള്ളം കൊടുക്കുന്നത് നമ്മൾ സോളിഡ്സ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ക്വാണ്ടിറ്റി അവർക്ക് കൊടുക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രേഷൻ എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല തന്നെ ആവണം. എന്നിട്ട് ഏതാണ്ട് ഒരു 8 മണി 8:15 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഏതെങ്കിലും ഒരു കുറുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സൂചി ഗോതമ്പ് വെച്ച് തയ്യാറാക്കുന്നതാണ്. സൂചി ഗോതമ്പ് ഇങ്ങനെ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് പൊടിച്ച ശേഷമാണ് നമ്മൾ കുറുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വളരെ ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല. ചെറിയ തരികളോട് കൂടി തന്നെ പൊടിച്ചെടുക്കുക. കാരണം ഈ ഒരു സമയത്ത് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫുഡ്സ് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ പൊടിച്ചെടുത്തതിൻ്റെ 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രഷർ കുക്കർ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു പാനിലും ഈ കുറുക്ക് തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏതാണ്ട് ഒരു 3 to 4 വിസിൽസ് വേണ്ടി വരും. ഇനി മധുരത്തിനായിട്ട് ചേർക്കുന്നത് പഴമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഴുത്ത പഴം എടുത്ത് ഒരു ഫോർക്കിൻ്റെ പുറകുവശം ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ മാഷ് ചെയ്ത് നമുക്കിനി കുറുക്കിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറുക്കിലോട്ട് ചേർക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, കുറുക്ക് ചെറുതായി തണുത്ത ശേഷം മാത്രം ചേർക്കുക. ഒരുപാട് ചൂടുള്ള കുറുക്കിൽ നമ്മൾ പഴം ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഒരു ഇളം ചൂടായതിന് ശേഷം ഈ മാഷ് ചെയ്ത പഴം ചേർത്ത് നമുക്ക് ഉടനെ തന്നെ കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരേ കുറുക്ക് തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മടുപ്പുണ്ടാവും, കഴിക്കാനായിട്ട് അവർ ബുദ്ധിമുട്ട് കാണിക്കും, താല്പര്യക്കുറവ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റെസിപ്പീസ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ബ്രോക്കൺ വീറ്റ്, അതായത് സൂചി ഗോതമ്പ് വെച്ച് തന്നെ നമ്മൾ 5 തരം കുറുക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ ബ്രോക്കൺ വീറ്റ് മാത്രമല്ല, രാവിലെ കൊടുക്കാൻ പറ്റുന്ന മറ്റ് ധാന്യങ്ങളെന്ന് ചോദിച്ചിരിക്കുന്നത് റാഗി വളരെ നല്ലതാണ്. എസ്പെഷ്യലി സ്പ്രൗട്ടഡ് റാഗി വളരെ നല്ലതാണ്. അതിൻ്റെ കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഓട്സ് കൊടുക്കാം, റവ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓട്സിൻ്റെയും റവയുടെയും പലതരത്തിലുള്ള കുറുക്കുകൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അത് കഴിഞ്ഞൊരു മിഡ് മോർണിംഗ് സമയത്ത് വീണ്ടും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സമയം ഞാൻ പറയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫീഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മോൾക്ക് എപ്പോഴാണോ വിശപ്പ് തോന്നുന്നത് അപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു കറക്റ്റ് സമയം ഞാൻ പറയുന്നില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിൽ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു പ്രാവശ്യം വീണ്ടും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരുന്നു. എന്നിട്ട് ഏതാണ്ട് ഒരു 1 മണി സമയമാകുമ്പോഴാണ് നമ്മൾ ലഞ്ച് കൊടുത്തിരുന്നത്. ലഞ്ചിന് എല്ലാ ദിവസവും ചോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചോറിൻ്റെ പലതരത്തിലുള്ള റെസിപ്പീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പി നമുക്ക് കാണാം. ഇത് നമ്മുടെ മിക്സ് വെജിറ്റബിൾ ദാൽ ഖിച്ചടി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ഗ്രീൻ പീസ്, പിന്നെ മൂങ് ദാൽ അല്ലെങ്കിൽ പയറുപരിപ്പ് 1 ടേബിൾ സ്പൂൺ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ അരി. എന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക. അതിനുശേഷം ഒരല്പം വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നെയ്യും ചേർത്ത് നമുക്കിത് കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
ഇതുപോലെ തന്നെ ഏതാണ്ട് 8 തരം റൈസിൻ്റെ റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെയുണ്ട്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിനുശേഷം എല്ലാ ദിവസവും ഒരു നാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മോള് ഈ ഒരു പ്രായം തൊട്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമേ പകൽ ഉറങ്ങാറുള്ളൂ. അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ടാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് ഇതുപോലെ പാല് കുടിച്ച് ഒരു 1.5 to 2 hours ഉറങ്ങാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പം ഏതാണ്ട് ഒരു 4 മണി സമയത്താണ് സ്നാക്സ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ സ്നാക്സ് ഈ ഒരു സമയത്ത് ചില ദിവസങ്ങളിൽ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്, ചില ദിവസങ്ങളിൽ സോളിഡ് ഫുഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മളൊരു മാംഗോ പ്യൂരിയാണ്. മാംഗോ സീസണൊക്കെ വരുവാണ്, അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്യൂരിയാണിത്. ചെയ്യാനായിട്ടും വളരെ എളുപ്പമാണ്. നന്നായിട്ട് പഴുത്ത മാങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ബ്ലെൻഡർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചെറിയ തരികളുള്ള ഫ്രൂട്ട് പ്യൂരീസ് തന്നെ നമുക്ക് ഈ ഒരു പ്രായത്തിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മാങ്ങ മാത്രമല്ല, പലതരത്തിലുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും നമുക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിൻ്റെയും 2 വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ ഏതാണ്ട് 8 മണിയാകുമ്പോഴാണ് നമ്മൾ ഡിന്നർ കൊടുത്തിരുന്നത്. ഡിന്നറിന് മിക്കവാറും ഒരു ഹോം മെയ്ഡ് സെർലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 തരം ഹോം മെയ്ഡ് സെർലാക്കിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൗഡറും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇത്രയും ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഹോം മെയ്ഡ് സെർലാക്കിൻ്റെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ കുറുക്കിൽ ധാരാളം കട്ടകൾ ഫോം ചെയ്യും. അപ്പോൾ കുട്ടികൾ കഴിക്കാനായിട്ട് മടി കാണിക്കും. പിന്നെ മധുരത്തിനായിട്ട് ചേർക്കുന്നത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പനങ്കർക്കണ്ടും ചേർക്കാവുന്നതാണ്. അല്പം കരിപ്പെട്ടി വെള്ളത്തിൽ അരിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുക്കുന്നതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നന്നായിട്ട് ഈ ഒരു മാവ് വെന്ത് വരണം. മാവിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി നല്ലൊരു കുറുക്കിൻ്റെ ടേസ്റ്റ് വരും. കാരണം ഇത് കട്ടിയാവുന്ന അനുസരിച്ച് നമുക്കിത് റെഡി ആയോ ഇല്ലയോ എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ പച്ച ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും മാറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. കൺസിസ്റ്റൻസി നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ചില കുട്ടികൾക്ക് അല്പം കട്ടി കുറഞ്ഞ കുറുക്കുകളോടായിരിക്കും താല്പര്യം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വീണ്ടും ഒരു പ്രാവശ്യം ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഇതാ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ പല രീതിയിലും നമുക്ക് കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ.